നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവര് കാണാത്തടത്തൊക്കെ മാഡം എഴുന്നേറ്റ് നടക്കുമല്ലായിരുന്നോ? കൂടുതൽ വാചകം അടിക്കല്ലേ. എന്തൊരു ബോറിന് അമ്മയായിരുന്നു നിങ്ങൾക്ക്. പെർഫോമൻസ് ഒന്നും തീരെ പോരാ. കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തണം, എന്നാലേ രക്ഷപ്പെടും. ഓ പിന്നെ 500 രൂപയ്ക്ക് ഉർവശി അവാർഡിന്റെ അഭിനയൊന്നും പ്രതീക്ഷിക്കല്ലേ. ആ കാശും കേട്ടു, ഞങ്ങൾ പോയേക്കാം. കാശൊക്കെ തരാം, വാങ്ങട്ട്. അതെന്തായാലും ഗംഭീരമായി. അമ്പലത്തിലെ ആ നാടകം കൊള്ളേണ്ടടുത്ത് ഉന്നം പിഴയ്ക്കാതെ തന്നെ കൊണ്ടുവന്ന് വേണം പറയാൻ. പാർവതി ആന്റി എന്റെ ആ നാടകത്തില് മൊത്തത്തില് തലയും കുത്തി വീണെന്നൊന്നും പറയാറായിട്ടില്ലെങ്കിലും ആന്റിയുടെ ഉള്ളില് ചെറിയൊരു അനക്കം തട്ടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. സംശയമുണ്ടോ അക്കാര്യത്തില്? അതുകൊണ്ടല്ലേ ഈശ്വരമംഗലത്തേക്കുള്ള നിന്റെ വാതില് പൂർണ്ണമായിട്ടങ്ങ് അടയ്ക്കാതെ സത്യം ചെയ്യുന്നതിൽ നിന്നും നിധിയെ ഒഴിവാക്കിയത്, ഒരു സാധ്യത അവിടെ അവശേഷിപ്പിച്ചത്. അങ്ങനെ നിന്റെ തിരിച്ചുവരവിനുള്ള അടുത്ത അടവും ഫലിച്ച സ്ഥിതിക്ക് ഇനി പുതിയ അംഗത്തിന് ഇറങ്ങണം. സത്യത്തില് വസുന്ധര ആന്റി വീണ്ടും എന്റെ സഹായത്തിന് എത്തിയതിന് ശേഷമാണ് എന്റെ ലക്ഷ്യങ്ങൾക്ക് ഒരു മേൽഗതി ഉണ്ടായത്. ആന്റി ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി. ഇനി എന്താ ആന്റി ഞാൻ ചെയ്യണ്ടേ, അത് ഞാൻ ചെയ്തിരിക്കും. ഗൗതമും നിധിയും നിന്റെ മേൽ ചാഞ്ഞു കഴിഞ്ഞു. ഏട്ടത്തിയാണെങ്കിൽ ചുവടിളക്കി നിന്നിലേക്ക് ചായാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ചലിപ്പിക്കേണ്ടത് പ്രണവിന്റെ മനസ്സാണ്. ആ മനസ്സ് അങ്ങനെയൊന്നും ചലിക്കൊന്നും തോന്നുന്നില്ല. അവനെ ചലിപ്പിക്കാനുള്ള വഴികള് ഞാൻ പറഞ്ഞുതരാം. അതിന് നീ പോകേണ്ട ഇടത്തേക്ക് തന്നെ പോകണം. എത്രയേട്ടാ? 100.